ആദ്യം നമ്മൾ വിശദമായി പോകുന്നത് കൊല്ലം കടപ്പാക്കടയിലെ കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ്. കൊലപാതകത്തിന് പിന്നിൽ പ്രണയപ്പകയെന്ന സൂചന ഇപ്പോൾ പുറത്തുവരുന്നു. അക്രമി തേജസ് രാജ് കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഫെബിന്റെ വീട്ടിലെത്തിയത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണ് എന്ന വിവരവുമുണ്ട്. ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നലെ രാത്രി ഞെട്ടലോടെയാണ് നമ്മളൊക്കെ ഈ വാർത്ത കേട്ടത്. സ്വന്തം വീട്ടിൽ ഇരിക്കുകയായിരുന്ന ഒരു 20 വയസ്സിനോടടുപ്പിച്ച് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കയറി വന്ന് കുത്തി കൊലപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഈ അക്രമി പോയി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താണ് അങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്ന സംശയം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു. ഒരു രാത്രി പുലരുമ്പോൾ എന്തൊക്കെ സൂചനകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഉണ്ടായ ക്രൂരകൃത്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് പോലീസ്. കൂടുതൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കൊല്ലം ഉളിയകോവിൽ സ്വദേശി ഫെബിനെ കൊലപ്പെടുത്താൻ കാരണം പ്രണയപ്പക എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത്. കൊലപാതകത്തിന് ശേഷം തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യവും പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട ഫെബിന്റെ സഹോദരിയും ഈ തേജസ് രാജുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരും തമ്മിൽ ഒരുമിച്ച് പഠിച്ചപ്പോഴുള്ള സൗഹൃദമാണ് തുടർന്ന് പ്രണയത്തിലേക്ക് എത്തിയത്. തേജസിന് പോലീസ് സെലക്ഷൻ ലഭിച്ചിരുന്നു. എന്നാൽ ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ ഇയാൾക്ക് ഈ ജോലി നഷ്ടമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഇടയിൽ ഉണ്ടായ ഒരു വിനോദത്തിലേക്ക് നീങ്ങാൻ കാരണം. തേജസിന് അതുപോലെ തന്നെ ഇരുവരുടെയും വിവാഹ ബന്ധത്തിന് പോലും തടസ്സമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. തുടർന്നുണ്ടായ വിരോധമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഫെബിന്റെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് തേജസിനെ കൂടുതൽ വിരോധമുണ്ടാക്കി. അതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നതും. തേജസിന്റെയും ഫെബിന്റെയും കുടുംബങ്ങൾ തമ്മിൽ അറിയാം എന്നുള്ള നാട്ടുകാരുടെ മൊഴിയാണ് പോലീസിന് അന്വേഷണത്തിൽ കൂടുതൽ നിർണായകമായിരിക്കുന്നത്. ഇന്നലെ കൃത്യത്തിന് ശേഷം ഫെബിന്റെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ സ്ട്രോങ് ആയിട്ടുള്ള ചില മൊഴികളിൽ നിന്നാണ് ഇത്തരത്തിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരിക്കുന്നതും. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ശ്രീജ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് തേജസ് രാജ് കൊല്ലം ഉളിയകോവിലുള്ള ഫെബിന്റെ വീട്ടിൽ എത്തുന്നത്. തുടർന്ന് അക്രമം നടത്തുകയും ചെയ്തത്. പർദ്ദ ധരിച്ചായിരുന്നു ഇയാൾ എത്തിയിരുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ കരുതിയിരുന്നു. ഇത് പെട്രോളാണോ അല്ലെങ്കിൽ ഇത് മണ്ണെണ്ണയാണോ എന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം അതിൽ വ്യക്തത വന്നിട്ടില്ല നമുക്ക്. അത് ഒരു ദ്രാവകമായിരുന്നു. ആദ്യം ഈ ദ്രാവകം ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുക, അത് കഴിഞ്ഞ് തീ കൊളുത്തുക എന്നുള്ളതായിരുന്നു ഈ അക്രമിയുടെ ലക്ഷ്യം എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അത് നടക്കാതെ ആയതോടുകൂടിയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തിയത്. ഫെബിനാണ് കുത്തേൽക്കുന്നത്. ഫെബിന്റെ ശരീരത്തിൽ 3 ഇടങ്ങളിലായിട്ട് ആഴത്തിൽ മുറിവേറ്റതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഈ അക്രമം തടയാനായി എത്തിയ ഫെബിന്റെ പിതാവിനും കുത്തേറ്റിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവമായിരുന്നു നടന്നത്. നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഈ അക്രമി അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ അവിടെ നിന്നും മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത്. അങ്ങനെ അയാൾ സമീപത്തുള്ള കടപ്പാക്കടയിലുള്ള റെയിൽവേ ട്രാക്കിലെത്തുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ട്രെയിനിന് മുന്നിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. മൃതശരീരം തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വികൃതമായ രീതിയിലാണ് പോലീസിന് കണ്ടെത്തിയത്. അങ്ങനെ പിന്നെ ഇയാൾ അതിന് സമീപത്തായി ഒരു കാറുണ്ടായിരുന്നു. കാറിൽ നിന്ന് കിട്ടിയ ചില വിവരങ്ങളും രക്തക്കറകളും ഒക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഫെബിൻ കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് വെളിയിലേക്ക് ഓടി വരുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നിർണായകമായി തന്നെ അത് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഫെബിൻ ഓടി വരുമ്പോൾ തന്നെയും സമീപവാസികൾ ഫെബിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുള്ള കുറച്ച് സ്ത്രീകളാണ്, അയൽവാസികളാണ്. ഇവരിൽ നിന്നും മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായക വിവരങ്ങളാണ് ഇവരിൽ നിന്നും ലഭ്യമായത്. ഉടൻ തന്നെ ഒരു ഓട്ടോ അവിടെ നിന്ന് വിളിക്കുകയും ഓട്ടോയിൽ ഈ ഫെബിന്റെ പിതാവിനെയും കയറ്റി ആശുപത്രിയിലേക്ക് പെട്ടെന്ന് വിട്ടുവെങ്കിലും
ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായത്. അങ്ങനെ ഈ പിതാവിന് കുത്തേറ്റ പിതാവും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ ഞെട്ടലുണ്ടായ ഒരു വാർത്തയാണ്. കൊല്ലത്ത് ഈ ഒരു വാർത്ത വലിയ ഞെട്ടലോടെ നാട്ടുകാർ ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്നും അവർ മുക്തരായിട്ടില്ല. തുടർന്ന് പോലീസിന്റെ വലിയൊരു അന്വേഷണം ഉണ്ടായി. എന്താണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്നതിനെ കുറിച്ച് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാത്രിയിൽ തന്നെ ഒരു ചിത്രം തെളിഞ്ഞത്. കുടുംബങ്ങൾ തമ്മിൽ അറിയാം എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ തേജസ് രാജും ഈ ഫെബിന്റെ സഹോദരിയും തമ്മിലുള്ള ബന്ധം, അവരുടെ വിവാഹ ബന്ധത്തിലുണ്ടായ വിള്ളലുകളാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരുടെയും മൃതശരീരം, അതായത് ഫെബിന്റെയും തേജസ് രാജിന്റെയും മൃതശരീരം കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഇന്ന് നടക്കും. അതുപോലെ തന്നെ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായി പരിശോധനകൾ നടത്തും, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. അങ്ങനെ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഈ കേസ് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ശ്രീജ ഇപ്പോൾ ഉള്ളത്. വിനീഷ്, ഈ കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിൽ പെട്രോളാണ്, മണ്ണെണ്ണയാണ് എന്നൊക്കെയുള്ള സൂചനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് വളരെ ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ്. അത് ആരെ കൊലപ്പെടുത്തുകയാണെന്ന് അറിയില്ല. ഇതിനിടയിൽ ഈ ഫെബിന്റെ അച്ഛൻ വന്ന് പെട്ടതാണ് എന്ന രീതിയിലൊക്കെ സൂചനകളുണ്ട്. അപ്പോൾ പദ്ധതി മാറിയതാണെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും അവിടെ ആരെയോ കൊലപ്പെടുത്താൻ തന്നെ ഉദ്ദേശിച്ചാണ് തേജസ് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രണയപ്പക തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതിന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം. ഈ ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രതി എത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പലതവണ ഇദ്ദേഹം ഈ അക്രമി അവിടെ എത്തിയിരുന്നു, മദ്യലഹരിയിൽ എത്തിയിരുന്നു, വീട്ടുകാരുമായിട്ട് വഴക്കിട്ടിരുന്നു എന്നൊക്കെ പോലീസിന് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രണയത്തിൽ നിന്നും ഇവരുടെ വിവാഹബന്ധത്തിൽ നിന്നും ഈ വീട്ടുകാർ കൂടി, അതായത് ഈ ഫെബിന്റെ വീട്ടുകാർ കൂടി പിന്മാറിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു വിരോധം ഈ അക്രമിക്ക് ഉണ്ടായത്. പലതവണ ഇയാളെ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയിട്ടുണ്ടെന്നൊക്കെ ഈ തേജസിന്റെ ബന്ധുക്കളിൽ നിന്ന് പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ട്. ശ്രീജ, കൂടുതൽ അന്വേഷണം ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാരണം, പ്രണയപ്പൊക്കെ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഈ തേജസിനെ സംബന്ധിച്ച വിവരങ്ങൾ, തേജസിനും വലിയ പ്രായമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. 25 വയസ്സിൽ താഴെ പ്രായം മാത്രമേ ഉള്ളൂ. പോലീസ് സെലക്ഷൻ കിട്ടിയിരുന്നു. അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനൊരു ക്രൂരമായ കൊലപാതകത്തിലേക്കും അത് കഴിഞ്ഞൊരു ആത്മഹത്യയിലേക്കുമൊക്കെ തേജസിനെ എത്തിച്ച ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ രീതിയിലുള്ള അന്വേഷണം കൂടി നടക്കുന്നില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്നെ തേജസിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് ശേഖരിച്ചിരുന്നു. അപ്പോൾ ഇരു വിഭാഗക്കാരും അറിയാം എന്നുള്ള ഒരു മൊഴി ആദ്യം തന്നെ പോലീസിന് ലഭ്യമായത്. തുടർന്നുള്ള അന്വേഷണമാണ് കൂടുതൽ ചിത്രം തെളിയാൻ കാരണമായത്. ഈ രണ്ട് വിഭാഗക്കാരും ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട്. ഇവരുടെ മൊഴികൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ തേജസിനെ സംബന്ധിച്ച് തേജസ് പഠിക്കാൻ മിടുക്കനായിരുന്നു എന്നൊക്കെ അവരുടെ വീട്ടുകാർ പറയുന്നുണ്ട്. ഈ ശരിക്കും ഈ പ്രണയപ്പകയാണ് ഇതിന്റെ പിന്നിൽ. ഈ ആദ്യം ഈ പ്രണയത്തിൽ നിന്നും പിന്മാറിയത് ഈ സഹോദരിയാണ്. അങ്ങനെ അതിൽ വിരോധമുണ്ടാകുന്നു. തുടർന്നാണ് ഇയാൾ വീണ്ടും പല പ്രാവശ്യം മദ്യലഹരിയിലടക്കം ഇവരുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും വീട്ടുകാർ കൂടി ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറിയ സാഹചര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിന് ഈ തേജസിന് പോലീസ് സെലക്ഷൻ ലഭിച്ചിരുന്നു. അതിൽ ഫിറ്റ്നസ് നിന്നും ഔട്ടായതോടുകൂടിയാണ് ഇയാൾക്ക് ഈ ജോലി നഷ്ടമാകുന്നത്. അപ്പോൾ പോലീസ് ജോലി ലഭ്യമാകില്ല എന്ന് അറിഞ്ഞതോടുകൂടിയാണ് ഈ കുടുംബം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിയത്. ഇത് ഇയാളെ ഈ തേജസിനെ ഏറ്റവും കൂടുതൽ വിരോധത്തിലേക്ക് എത്തിച്ചു. കൂടുതൽ ഇവരുമായിട്ടുള്ള വിരോധം വർദ്ധിക്കാൻ സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ തേജസ് എത്തുന്നതെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പെൺകുട്ടി വീട്ടിലില്ലായിരുന്നു, മറ്റൊരിടത്ത് ജോലി ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഈ കയ്യിൽ കരുതിയ പെട്രോൾ അടക്കം ദ്രാവകം, അതായത് കുപ്പിയിൽ നിറച്ച് ദ്രാവകം അടക്കമാണ് ഈ അക്രമി വീട്ടിലേക്ക് എത്തുന്നത്. എന്തായാലും ആദ്യം ദ്രാവകം തളിച്ച് തീയിട്ട് പെട്രോൾ തീയിടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അക്രമിക്കുണ്ടായത്. പക്ഷെ അത് നടന്നില്ല. അത് നടക്കുന്നതോടുകൂടിയാണ് ഈ ഒരു കത്തിയെടുത്ത് കുട്ടിയെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജീവൻ എടുക്കുക, അവിടെ ഒരു അക്രമം നടത്തുക, വകവരുത്തുക എന്നുള്ള ഒരു വലിയ പ്ലാനോട് കൂടിയാണ് ഈ ഒരു അക്രമി
അവിടേക്ക് എത്തുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ശരി സാധിക്കുന്നത്. വിനീഷ്, അതുപോലെ തന്നെ എന്തായാലും അവിടെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാവുന്നത്, കൊലപാതകം ഉണ്ടാവുന്നത്, അതിനുശേഷമുള്ള ആത്മഹത്യ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്, CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതിന്